ഹായ് ഗൈസ്, ഐ എം അക്ബർ. എന്താണ് അവസ്ഥ? എല്ലാവർക്കും സുഖമല്ലേ? ഈയിടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ ഒന്ന് കൂടിയിട്ട് കുറേ ഇല്ലേ, ഒരു ട്രിപ്പൊക്കെ പോയാലേ പിള്ളേരൊക്കെ കൂട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അവൻ്റെ മുമ്പിൽ ജാട കളിച്ചെന്നല്ല, അവിടെ പെർമിഷൻ വാങ്ങണ്ടേ? ഈ പെർമിഷൻ വാങ്ങാന്നൊക്കെ കേൾക്കുമ്പോൾ ചില ടീനേജേഴ്സിന്, മെജോറിറ്റി ഓഫ് ദി ടീനേജേഴ്സിന് ഈ ഒരു ജനറേഷനിൽ അതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. അയ്യേ, പേരൻസിനോട് പെർമിഷൻ ചോദിക്കാൻ, അതും ഇപ്പോൾ നമ്മളൊക്കെ വളർന്നില്ല, നമ്മളിപ്പോൾ കുട്ടി, ആ ഒരു മെൻറ്റാലിറ്റിയാണ്. അതൊരിക്കലും നല്ലതല്ല ബ്രോ. അങ്ങനെ ഞാൻ പെർമിഷൻ ചോദിച്ച് സ്ഥലം പറയാൻ മറന്നുപോയി. ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 1 മിനിറ്റിൻ്റെ വോയിസൊക്കെ അയച്ചു ഉപ്പാക്ക്. സ്ഥലം പറയാൻ മറന്നുപോയി. എന്നിട്ട് റിപ്ലൈ ചെയ്തെന്ന് എന്താണെന്ന് വെച്ചാൽ, നിസ്കാരം കഥാണ്ട് നോക്കണോ, ഇൻഷാ അല്ലാഹ് പോയിട്ട് വാ, ഒരു തംസപ്പും. ഫാദേഴ്സിൻ്റെ മെയിൻ സംഭവമാണല്ലോ ഈ തംസപ്പ്. ഓക്കെ, അപ്പോൾ അധികം ഒന്നും പറയാനില്ല. ഇപ്പം നൈറ്റ് 12 മണി കഴിഞ്ഞ്, നാളെ 4 മണിക്ക് എണീക്കണ്ടേ. അപ്പോൾ ഗുഡ് നൈറ്റ്. അങ്ങനെ രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോകാൻ ഒരുങ്ങി. ബട്ട് എനിക്കെന്തോ ഈ ഒരു ഔട്ട്ഫിറ്റ് അത്ര പിടിച്ചിട്ടില്ല. എന്തോ ഞാൻ ഈ ഒരു ടൈപ്പ് അങ്ങനെ ഇടലില്ല. മാത്രമല്ല, നമ്മൾ ആണുങ്ങൾ ഏത് ഡ്രസ്സ് ഇടണോ എന്ന് ആലോചിച്ചിട്ട് അത്ര ബോധമിടാവില്ല, നിങ്ങൾക്കറിയാലോ. സോ ഇറ്റ്സ് ഫൈൻ. അങ്ങനെ നമ്മൾ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഇടണോ, ഞാനിപ്പോൾ ഇടാതെ നോക്കണ്ട, കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് മസ്റ്റാണ്. പിന്നെ വേറൊന്നും പറയില്ല. ലെറ്റ്സ് പിക്ക് ദ ബോയ്സ്. 1 hour later. കയറാൻ സിമ്പിൾ. ഓൻ ഇരുന്നാ മതി. മറ്റേ അതാ നല്ല. എനിക്ക് സീനൊന്നുമില്ല. ഓ 1 hour later. Meanwhile, പാലക്കാട്, കണ്ണൂർ. ഓക്കെ, അഭിപ്രായം പറ. സത്യം പറയാലോ, ക്യാമറ കാണുന്ന വ്യൂ ഒന്നും ഇതിലില്ല കേട്ടാ. ഇതിലെന്തോ ഐഫോൺ ക്യാമറയിൽ എന്തോ പവർ ആയിട്ടാണ് എന്തെല്ലോ പോലെ. സത്യം പറഞ്ഞ ഒരു ഗുണമില്ല. പോരാ. എല്ലാവരും സീറ്റിന് വേണ്ടി ഓടുന്നു. ഡ്രൈവറില്ലാണ്ടൊന്നും നടക്കൂല. കഷ്ടപ്പാടെന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഇത് ഞാൻ വീരിട്ട കേസാവും അടുത്ത. ഈ തിരിച്ചിരി, അവിടെ കമ്പിയുണ്ട്. അതെങ്ങനെ കേസാവുക? ലഗേജിനല്ലോ നീ. ഓക്കെ, ഇതാരും അനുകരിക്കാൻ പാടില്ല. ഇത് വെറും എന്റർടൈൻമെന്റ് പർപ്പസ്. നീ പോയിട്ട് ഞാൻ ഡിസ്ക്ലെയിമർ ഇട്ടല്ല, അടുത്ത കേസാവും. അങ്ങനെ നമ്മൾ പാലക്കാട് നിന്നിട്ട് ആൾമോസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വിട്ട്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, സാബിക്കിൻ്റെ ഉപ്പാൻ്റെ അതായത് സാബിക്കിൻ്റെ ഉപ്പാൻ്റെ പറമ്പുണ്ട് ഇവിടെ. അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ. ഡ്രസ്സിന് മണ്ണാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബനിയനൊക്കെ ഇട്ടേ, വേറൊന്നും തെറ്റിയിരിക്കല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് പോയി. കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു ആ ഒരു ജേണി. സത്യം പറഞ്ഞാൽ ആ ഒരു ജേണിയും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാവൻ ചെക്കൻ നമുക്ക് ഇളനീരൊക്കെ തന്നിനാടുന്നു. പിന്നെ നമ്മളൊരു കഫേയിൽ കയറി അവിടെ നിന്ന് ഒരു ഷെയ്ക്കും കുടിച്ച് നമ്മൾ അങ്ങനെ വിട്ട്. സോ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.